ആ പരിശുദ്ധമായ ഖുർആനിന്റെ തുടക്കം തന്നെ എങ്ങനെയായിരുന്നു? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹരത്തിന്റെ അകത്തളത്തിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന സമയത്താണല്ലോ അവിടത്തേക്ക് ഇറങ്ങി വരുന്നത് നസലൽ അമീൻ, മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുത്തത് എന്താണ്? പ്രവാചകരെ, അങ്ങ് അള്ളാഹുവിനെ ആരാധിക്കണമെന്നല്ല പറഞ്ഞു കൊടുത്തത്. അള്ളാഹുവിനെ ആരാധിക്കുവാനല്ല പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഥമ സൂക്തം ഇറങ്ങിയത്. സകാത്ത് കൊടുക്കണമെന്നല്ല, ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നല്ല, മറിച്ച് ഇതിനെല്ലാം നിദാനമായിരിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കണമെങ്കിൽ, സകാത്ത് കൊടുക്കണമെങ്കിൽ, ദാനധർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ, ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ, മനുഷ്യൻ ധാർമ്മികമായിട്ട് ഉന്നതങ്ങളിലേക്ക് എത്തണമെങ്കിൽ, മനുഷ്യൻ കാരുണ്യമുള്ളവനാകണമെങ്കിൽ, മനുഷ്യൻ മനുഷ്യത്വമുള്ളവനാണെങ്കിൽ ആകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഥമ സൂക്തം ഇറക്കി കൊടുത്തത്. ഇഖ്റ നബിയെ, അങ്ങ് വായിക്കും നബിയെ. പഠിക്കണം, വായിക്കണം, പഠിക്കണം. വായനയിലൂടെയും പഠനത്തിലൂടെയും മാത്രമേ ഒരു മനുഷ്യൻ മനുഷ്യനായി മാറാൻ സാധ്യമാവുകയുള്ളൂ. അള്ളാഹുവിനെ അറിയണമെങ്കിൽ, അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യണമെങ്കിൽ, ഈ ലോകത്തെ കുറിച്ച് അറിയണമെങ്കിൽ, പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് പഠിക്കുവാനാണ്, വായിക്കുവാനാണ്. വായിക്കുവാനാണ്. ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ പ്രഥമ സൂക്തത്തിന്റെ തുടക്കം എടുത്തു വെച്ചുകൊണ്ട് തന്നെ എത്രയോ ആളുകൾ, എത്രയോ ബുദ്ധിജീവികൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്നറിയുമോ? റീഡ്, റൈറ്റ് ആൻഡ് റിസർച്ച്. വായിക്കൂ, എഴുതൂ, ഗവേഷണം നടത്തൂ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം, ഈ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം തന്നെ നിങ്ങൾ പഠിക്കണമെന്നാണ്, വായിക്കണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത് തന്നെ. പ്രിയമുള്ളവരെ, ആ വായന, ആ അറിവ് നേടുക എന്ന് പറയുന്നത് ഏതു തരത്തിലുള്ള അറിവാണെങ്കിലും പരിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകളിലൂടെ കടന്നു പോകുമ്പോ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, നമ്മൾ പറയുമ്പോൾ ഈ വായന അല്ലെങ്കിൽ പഠനം എന്ന് പറയുമ്പോൾ ആത്മീയതയെ കുറിച്ച് മാത്രമാണെന്ന്, ആത്മീയതയെക്കുറിച്ച് മാത്രമാണെന്നാണ്, മദ്രസ വിദ്യാഭ്യാസം മാത്രമാണെന്നാണ് നമ്മുടെ ധാരണ. പ്രിയമുള്ളവരെ, ആത്മീയതയിലേക്ക് നമുക്ക് കടന്നു കയറണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, അവൻ അതിലൂടെയെല്ലാം കടന്നു ചെല്ലുന്നത്, ഏറ്റവും അവസാനം അവൻ ചെല്ലുന്നത് ആ ജഗന്നിയന്താവായ സർവേശ്വര അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്. പരിശുദ്ധമായ ഖുർആനും പറയുന്നത് അല്ലാഹുവിനെ അറിയണമെങ്കിൽ വായനയിലൂടെയും പഠനത്തിലൂടെയും ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, നിങ്ങൾക്കറിയില്ല, നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൂറത്തുണ്ടല്ലോ, ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഗാശിയ. നമ്മൾ ഓരോരുത്തരും ജുമുഅ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പങ്കെടുക്കുമ്പോൾ മിക്കവാറുമുള്ള പള്ളികളിൽ ആ ജുമുഅ നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ ഇമാം ഓതുന്നത് ഓരോരുത്തർക്കും കേൾക്കാൻ കഴിയും. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. പ്രിയമുള്ളവരെ, പഠിക്കുവാനുള്ള പ്രചോദനമാണ് സൂറത്തിലൂടെ, ഈ ഖുർആനിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉദ്ഘോഷിക്കുന്നത്. എന്താണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്? എന്താണ്? അഫലാ യൻദുറൂന, നിങ്ങൾ നോക്കുന്നില്ലയോ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ, നിങ്ങൾ പഠിക്കുന്നില്ലയോ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുന്നില്ലേ? ഒട്ടകത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? ആ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ് എന്ന് നിങ്ങൾ പഠിക്കുന്നില്ലയോ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ. ജന്തുശാസ്ത്രത്തിലേക്കാണ് പരിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞിരിക്കുന്ന ധാരാളം ജീവികളിൽപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്ന് പറയുന്നത്. ആ മരുഭൂമിയിൽ കഴിയുന്നതിന് വേണ്ടുന്ന എല്ലാവിധമായിരിക്കുന്ന ശാരീരിക ക്ഷമതയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, ആ ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ പഠിക്കണം. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുവാനുള്ള പ്രേരണ നമുക്ക് നൽകുകയാണ്.
أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت നിങ്ങൾ ആകാശത്തിലേക്കൊന്ന് നോക്കി ആ ആകാശം എങ്ങനെയാണ് ഉയർത്തി വെച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ബിൽഡിംഗ് ഇവിടെ നിൽക്കണമെങ്കിൽ ഈ ബിൽഡിംഗിന്റെ മുകളിലുള്ള ഈ വാർപ്പ് ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതിന് ബീമുകൾ വേണം ഭിത്തികൾ വേണം ഈ ഭിത്തികളുടെ ബലത്തിലാണ് അതിന്റെ വാർപ്പ് നിൽക്കുന്നതെങ്കിൽ മേൽക്കൂര നിൽക്കുന്നത് എങ്കിൽ ഏതൊരു വീട് നമ്മൾ നിർമ്മിച്ചാലും അതിന്റെ ഒരു മേൽക്കൂരയുണ്ട് ആ മേൽക്കൂര നിൽക്കുന്നത് എങ്ങനെയാണ് അതിന്റെ 4 ഭാഗങ്ങളിലുള്ള മതിലുകളെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ പഠിക്കുന്നില്ലയോ വാനശാസ്ത്രം പഠിക്കുവാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കാൻ പ്രിയമുള്ളവരെ ആകാശം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഉയർത്തി നിൽക്കുന്നത് എവിടെയാണ് അതിന്റെ തൂണുകൾ ആ ആകാശമാകുന്ന ആ ഒരു മേൽക്കൂരയെ പിടിച്ചു നിർത്തുന്ന തൂണുകൾ എവിടെയാണ് അള്ളാഹുവിന്റെ എങ്ങനെയാണ് വാനശാസ്ത്രം പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ദൈവനിഷേധത്തിലേക്ക് അവൻ പോവുകയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന്റെ ഉദാഹരണങ്ങളെ നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇതെല്ലാം അല്ലാഹുവിലേക്ക് ചെന്ന് ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ചെന്ന് ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാം ഭൗതിക വിദ്യാഭ്യാസത്തിന് എതിരല്ല എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എവിടെയാണ് സ്കൂൾ പഠനത്തിനെതിരെ നിൽക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിന് പരിശുദ്ധ ഇസ്ലാം എവിടെയാണ് എതിരെ നിൽക്കുന്നത് പഠിക്കുവാനുള്ള പ്രേരണയാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് തരുന്നത് ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കി വഇലൽ ജിബാലി കൈഫ നുസിബത് വീണ്ടും പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് പർവ്വതങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ ആ പർവ്വതങ്ങൾ എങ്ങനെയാണ് ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ആ പർവ്വതങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം ജോഗ്രഫി പഠിക്കണം ബയോളജി പഠിക്കണം സുവോളജി പഠിക്കണം ഇങ്ങനെ ഓരോ ശാസ്ത്രങ്ങളെ കുറിച്ചും നിങ്ങൾ പഠിക്കണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ